എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഉപയോഗിച്ചിട്ട് ഒരു ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചു വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 2 കപ്പ് ബസ്മതി റൈസ് ചേർക്കാം. ചോറ് ഞാൻ വറ്റിച്ചെടുക്കല്ല കേട്ടോ ചെയ്യുന്നത്, പകരം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഞാൻ ആഡ് ചെയ്യുന്ന സ്പൈസസ് ഇതൊക്കെയാണ്: 5-6 കരയാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 6 ഏലക്കായ, 6-7 കുരുമുളക്, 2 തക്കോലം, പിന്നെ ഒരു ബേ ലീഫ്. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്പൈസസ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് ചേർക്കണ്ട, ഉപ്പ് കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ചോറ് നമ്മൾ ഊറ്റിയെടുക്കല്ലേ ചെയ്യുന്നത്, അപ്പോൾ കറക്റ്റ് അളവിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ചോറിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് കിട്ടില്ല. അപ്പോൾ കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് നമുക്ക് അടച്ചു വെച്ച് ഈ അരി 1/4 ഭാഗം വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അരി വെന്ത് വരുമ്പോഴേക്കും ബിരിയാണിയിലേക്കുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ കുറച്ചുകൂടി നെയ്യും കൂടി വേണമെങ്കിൽ ഒന്ന് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടി സവാള കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊരു കിച്ചൺ ടൗലിലേക്ക് മാറ്റുകയാണ്. ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ മുഴുവൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചൺ ടൗലിലേക്ക് മാറ്റണത്. ഇതെന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ മുഴുവൻ ബിരിയാണിയിലേക്കായിട്ട് ബിരിയാണി ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോവും. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് റൈസിൻസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പിടി റൈസിൻസ് എണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിരിയാണി ടേസ്റ്റ് തന്നെ മാറും. അപ്പം നമുക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ചെറുതായി ഒന്ന് നിറം മാറുമ്പോൾ തന്നെ നമുക്കിത് കിച്ചൺ ടൗലിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരി വെന്തോന്ന് നോക്കാം. അരി 1/4 ഭാഗേ വേവാൻ പാടുള്ളൂ. കാരണം നമുക്കിനി ദമ്മിടാനുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ദമ്മിട്ട് കഴിയുമ്പോൾ അരിയുടെ വേവ് കുറച്ച് കൂടിപ്പോവും. പിന്നെ നമ്മുടെ ബിരിയാണി ആകെ കുഴഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും 1/4 ഭാഗം വേവിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ 1/4 ഭാഗം വെന്തിട്ടുള്ള അരിയാണ്. ഇനി നമുക്കിത് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. അതുപോലെ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇത് 400 ഗ്രാം പനീറാണ്. ഇത് ഫ്രീസറിൽ നിന്ന് ഞാൻ അരമണിക്കൂർ പുറത്ത് വെച്ചിട്ടുള്ള പനീറാണ്. ഇത് ഞാൻ ഈ ചൂടായിട്ടുള്ള നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചു നേരം ഈ പനീർ ഒന്ന് ചൂടാക്കി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇനി ഈ വെള്ളം വറ്റിപ്പോകുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇപ്പം ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായി ഇളക്കി കൊടുത്തിട്ട് ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പനീർ മാറ്റി വെക്കാം. ഇനി മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ ബിരിയാണി മസാല കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 250 ഗ്രാം സവോളയാണ്. അതായത് വലിയ സവോളയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി, ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണം വരെ എടുക്കാം. ഇനി സവോള പെട്ടെന്ന് സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
ഇത് വളരെ ചെറുതായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് സവാളയുടെ കൂടെ തന്നെ നമ്മൾ സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പച്ചമണമൊക്കെ കറക്റ്റായിട്ട് മാറി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയുടെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് സോട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു മീഡിയം സൈസുള്ള 2 തക്കാളിയാണിത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയി വരുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കണം. ഇതിപ്പോൾ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1/4 കപ്പിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ കിട്ടുന്ന തൈര് അത്ര പുളിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 1/4 കപ്പിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. 2 പുതിനയുടെ ഇലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയുടെ ഇല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. ഞാൻ ഈ സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇനി ബിരിയാണിക്ക് ദമ്മിടാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിന്റെ മുകളിൽ ആദ്യം ഒരു തവ വെച്ചു. അതിന്റെ മുകളിലാണ് ദമ്മിടാനുള്ള പാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പനീർ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ് മസാല ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് അതിന്റെ മുകളിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. 4 തവി ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാത്രത്തിന്റെ വലിപ്പം മാറണതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ചേർക്കുന്ന ആ അരിയുടെ അളവും മാറും. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അധികം നെയ്യ് ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ഇതിലേക്ക് മല്ലിയുടെ ഇലയും അതേപോലെ തന്നെ പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കാം. പുതിനയുടെ ഇല വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും റൈസിൻസും കാഷ്നട്ട്സും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വീണ്ടും അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ചോറ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് കുക്ക് ചെയ്തിട്ടുള്ള അരി ഉണ്ടല്ലോ, അതായത് 2 കപ്പ് ബസ്മതി റൈസ്, ഇതിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള ഈ മസാലയ്ക്ക് കറക്റ്റ് ആണ് കേട്ടോ. കൂടുതലും അല്ല കുറവുമല്ല, കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസും കാഷ്നട്ട്സും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള മുഴുവൻ പനീർ മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പാത്രത്തിന്റെ സെയിം മൂടിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ കുക്ക് ചെയ്യാണ് വേണ്ടത്. ഇത് അടി പിടിക്കൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ തവയുടെ മേലെയാണ് ഈ പാത്രം വെച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടി പിടിക്കൊന്നുമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയാലും മതി. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബിരിയാണി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബിരിയാണിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.